ഉക്രൈൻ റഷ്യക്കെതിരെ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ വൻപൻ തിരിച്ചടി നൽകുമെന്ന് മോസ്കോ പലതവണ വാൺ ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അറ്റാക്ക് മിസൈൽ റഷ്യയ്ക്ക് നേരെ ഉക്രൈൻ ഉപയോഗിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ മിസൈലും ഉപയോഗിച്ചിരുന്നു. ദീർഘദൂര മിസൈലാണ്. ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, റഷ്യ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. ഉക്രൈന് നേരെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വലിയ കൂട്ടം തന്നെയാണ് റഷ്യ വിക്ഷേപിച്ചിരിക്കുന്നത്. 1000-ലധികം കിലോമീറ്റർ ദൂരത്തിൽ പതിക്കുവാൻ കഴിയുന്ന മിസൈലുകളാണ് ഉപയോഗിച്ചതെന്നാണ് ഇപ്പോൾ ഉക്രൈൻ പറയുന്നത്. ഒപ്പം തന്നെ ഈ മിസൈലുകളിൽ ആണവ പോർമുനകൾ ഘടിപ്പിക്കാനും കഴിയും. ഒരുപക്ഷെ റഷ്യ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാകാം ഈ മിസൈൽ വിക്ഷേപിച്ചത് എന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും റഷ്യയുടെ തെക്കൻ പ്രദേശമായ ആസ്ട്രോഖാനിൽ നിന്നാണ് ഈ മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നത്. ഉക്രൈൻ്റെ മധ്യകിഴക്കൻ നഗരമായ ഡിനിപ്രോയിൽ വലിയ നാശനഷ്ടങ്ങൾ തന്നെ ഇത് വരുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഏതായാലും റഷ്യ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു ശക്തമായ തിരിച്ചടി. കാരണം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ഉക്രൈൻ റഷ്യക്കെതിരെ ദീർഘദൂര മിസൈൽ ഉപയോഗിക്കുന്നത്. അതും അമേരിക്കയുടെ ബ്രിട്ടന്റെ മിസൈലുകളായിരുന്നെങ്കിൽ ഇപ്പോഴിതാ ആദ്യമായി തന്നെ റഷ്യയും ദീർഘദൂര മിസൈലുകൾ ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏതായാലും യുദ്ധം അവസാനിക്കും എന്ന് തോന്നുന്നിടത്താണ് അത് ലോകമഹായുദ്ധമായി മാറുന്ന സാഹചര്യം വരുന്നത്. ഏതായാലും ഇപ്പോൾ വിക്ഷേപിച്ച ഈ മിസൈൽ ആണവ പോർമുനകൾ ഘടിപ്പിച്ചിട്ടില്ല, പക്ഷേ ഘടിപ്പിക്കാവുന്ന മിസൈലുകളാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള നാറ്റോ സഖ്യത്തിനൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വിക്ഷേപിച്ച മിസൈലാണെന്ന് കരുതുന്നു. കാരണം ഇത് കൊണ്ടടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആണവ പോർമുനകൾ തന്നെ ഞങ്ങൾ ഘടിപ്പിച്ചേക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പാകാം. ഏതായാലും വലിയ തിരിച്ചടി തന്നെ റഷ്യ നൽകി തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.